ഇന്ദ്രനീലം. രചന അലീന ജോൺ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അനിരുദ്ധ് വന്നതിനാൽ തന്റെ ചിന്താധാരക്ക് ഭംഗം വന്നിരിക്കുന്നു. ഇനി സ്വസ്ഥമായി ചിന്തിക്കാം. താമരക്കുളത്തിൽ താൻ ശിവപ്രസാദിന്റെ മരണമാണ് കണ്ടത്. അല്ല, കൊലപാതകം. മറ്റൊരു കൊലപാതകം. ശിവപ്രസാദിന്റെയും തന്റെ അമ്മയുടെയും മരണത്തിന് പിന്നിൽ അന്നത്തെ കാലത്ത് ഇല്ലത്തിന്റെ അധികാരം കൈവശമുണ്ടായിരുന്ന കാർന്നോരാകാം. വർഷ ചിന്തിച്ചു. അത്താഴം കഴിഞ്ഞ് 11 വർഷം ഉറങ്ങാൻ കിടന്നു. ഇത്തവണ വർഷയുടെ മുമ്പിൽ തെളിഞ്ഞ മറ്റൊരു ദൃശ്യമായിരുന്നു. സർപ്പം തുള്ളലിന്റെ ശേഷിപ്പുകളാൽ ചായം പൂശപ്പെട്ട കാവിന്റെ മണ്ണിൽ മഞ്ഞളിന്റെയും പാലപ്പൂവിന്റെയും കനത്ത ഗന്ധത്തിൽ ലയിച്ച് അനുരക്തയായി നിൽക്കുന്ന താനും അനിരുദ്ധും ചന്ദ്രകിരണത്താൽ തിളങ്ങുന്ന വാളുമായി ആരോ തങ്ങൾക്ക് നേരെ നടന്നെടുക്കുന്നു. ആ വാൾ ആരോ തങ്ങൾക്ക് നേരെ വീശുന്നു. ആ! വർഷം ഞെട്ടി എഴുന്നേറ്റു. കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി ആശ്വസിച്ചു. താൻ മുറിക്കുള്ളിൽ തന്നെ. അനിരുദ്ധിനൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം വെറും സ്വപ്നം മാത്രം. വർഷ സമാധാനിച്ചു. കുറച്ചുനേരം ശുദ്ധവായു കൊള്ളാനായി വർഷ മുറിക്ക് പുറത്തിറങ്ങി. ബാൽക്കണിയിൽ അനിരുദ്ധ് ഉണ്ടായിരുന്നു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. അനിരുദ്ധ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വരുന്ന എങ്ങനെ അറിയായിരുന്നു? വർഷയുടെ കരച്ചിൽ ഞാൻ കേട്ടു. തെക്കിനിയിലേക്ക് രാത്രി കയറി വരുന്നത് ശരിയല്ലോ എന്ന് എഴുതി വരാതിരുന്ന. താനിവിടേക്ക് വരുന്ന എനിക്ക് തോന്നിയിരുന്നു. വീണ്ടും ദുസ്വപ്നം? എന്താണ് താൻ അരട്ടുന്ന പ്രശ്നം? എന്നോട് പറയും, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. അത് അനിരുദ്ധ്, യു ക്യാൻ ട്രസ്റ്റ് മീ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാനിവിടേക്ക് വരും മുമ്പേ ഇവിടുത്തെ കാവ് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതാണോ കാര്യം? അത് സിമ്പിളായിട്ട് വിവരിക്കാം. ഈ ഇല്ലത്തെക്കുറിച്ചും കാവിനെക്കുറിച്ചും അച്ഛനിൽ നിന്ന് കേട്ടറിഞ്ഞ വർഷ കാവ് സ്വപ്നം കണ്ടു. വർഷയുടെ മനസ്സ് കാവിന് കൊടുത്ത രൂപവും ഇവിടുത്തെ കാവിന്റെ രൂപവും യാദൃശികമായി ഒരുപോലെയായി. അത്ര തന്നെ. അപ്പൊ പാർവതി തമ്പുരാട്ടിയുടെയും ശിവപ്രസാദിന്റെയും പ്രണയം ഞാൻ സ്വപ്നം കണ്ടതോ? പാർവതി എന്ന പേര് വർഷ ഇവിടെ വന്നതിന് ശേഷമല്ലേ കേട്ടത്? അതെ. അതിനുശേഷമല്ലേ വർഷ സ്വപ്നം കണ്ടത്? വർഷയുടെ മനസ്സ് ആ പേര് വെച്ചൊരു ലവ് സ്റ്റോറി ഉണ്ടാക്കിയെടുത്തു. ഇതൊക്കെ ആലോചിച്ച് വെറുതെ തലവുണ്ടാക്കണ്ട. പോ. ഇന്നലെ എന്നോട് സംസാരിച്ച ശേഷം സ്വപ്നം കണ്ടിരുന്നോ? അതാണ്, എന്നോട് സംസാരിച്ചിട്ട് ഉറങ്ങിയാൽ മതി. ദുസ്വപ്നൊന്നും കാണില്ല. വർഷ ചിരിച്ചു. ചിരിയുള്ള എന്ത് സ്വപ്നം എന്ന് കണ്ടത്? അത് വർഷയുടെ കവളിൽ ചുവപ്പ് രാശികൾ തെളിഞ്ഞു. പറയൂ. അനിരുദ്ധ് ആകാംക്ഷയോടെ ചോദിച്ചു. ഒന്നുമില്ല. വർഷയുടെ സ്വപ്നങ്ങളിൽ ഞാനുണ്ടോ? ഞാൻ പോട്ടെ, ഉറക്കം വരുന്നു. എന്നെ സ്വപ്നം കണ്ടോളൂ കേട്ടോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അനിരുദ്ധ് വിളിച്ചു പറഞ്ഞു. വർഷ സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നു. അനിരുദ്ധ് പറഞ്ഞ പോലെ ദുസ്വപ്നങ്ങളില്ലാത്ത സുഖസുഷുപ്തിയിലേക്ക് വർഷ വഴുതി വീണു. പിറ്റേന്ന് രാവിലെ കിഴക്കിനി കോലായിലൂടെ നടക്കുമ്പോൾ വർഷ ശ്രീധരന്റെ ശബ്ദം കേട്ടു. വല്യമ്പ്ര, ഭട്ടതിരിപ്പാട് എഴുന്നള്ളിയിരിക്കണു. പൂമുഖത്തെന്ന് ശ്രീധരൻ വിളിച്ചു പറഞ്ഞു. അച്ഛമ്മയും വർഷയും കിഴക്കിനിൽ നിന്ന് പുറത്തു നടക്കുന്ന സംഭാഷണം ശ്രവിച്ചു. ഹൈഷ്, മരണാണല്ലോ എങ്ങനെയൊക്കെ ഗണിച്ചിട്ടും തെളിയുന്നത്. ഭട്ടതിരിപ്പാട് കവട് നിരത്തിക്കൊണ്ട് പറഞ്ഞു. എന്ന് വെച്ചാ? മുത്തച്ഛൻ ഭീതിയോടെ ചോദിച്ചു. ഒരു മരണം സുനിശ്ചിതം, ചിലപ്പോ ഒന്നിലധികവും. ഇത്തവണ സ്ത്രീയോ പുരുഷനോ ആര് വേണമെങ്കിലും ആവാം. എന്റെ പുലരിക്കാവിലമ്മേ, എന്താ ഇപ്പൊ ചെയ്യ? മരണം ഒഴിവാക്കാൻ വഴിയൊന്നും കാണില്ല. എന്നാലോ ഒരു ശുഭവാർത്തയുണ്ട്. എന്താത്? കാവിലെ പാലഭൂത്തവും കരുനാഗം പ്രത്യക്ഷപ്പെട്ടതെല്ലാം ശുഭലക്ഷണങ്ങളാ. ഇല്ലത്തിന് ശാപമോക്ഷം ലഭിക്കാൻ പോണൂന്ന്. അതെങ്ങനെ സാധ്യാവും? ആയില്യം നക്ഷത്രജാതിയായ പെൺകുട്ടിയെ വേണ്ടേ ശാപമോക്ഷം ലഭിക്കണേല്? ആ പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഇവിടെയോ? ആരാത്? മുത്തച്ഛൻ്റെ അത്ഭുതത്തോട് ചോദിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ആ കുട്ടി ഇങ്ങോട്ട് വരിക. വർഷമോളെ, ഇത്രയിടം വരെ ഒന്ന് വരിക. ഭട്ടതിരിപ്പാറിന് കുട്ടിയൊന്ന് കാണണമെന്ന്. വർഷ ഭട്ടതിരിപ്പാറിന്റെ മുന്നിൽ വന്ന് നിന്നു. ഈ കുട്ടിയോ അച്ഛനും തിരിച്ചു വരുമെന്ന് നോം കെണിച്ചു പറഞ്ഞിരുന്നു. അത് അച്ചട്ടായില്ലേ? ഉവ്, മുത്തശ്ശൻ പറഞ്ഞു. വർഷ പുഞ്ചിരിച്ചു. ഈ നിൽക്കുന്ന വർഷയാണ് ആയില്യം നക്ഷത്രത്തിലെ ഭൂജാതയായ പെൺകുട്ടി. ഭട്ടതിരിപ്പാന്റെ വാക്കുകൾ വർഷയിലും ബാക്കിയുള്ളവരിലും ഞെട്ടലുളവാക്കി. വർഷ ആയില്യം ഭൂജാതയോ? അതെങ്ങനെയാ ശരിയാവുക? വർഷയുടെ നക്ഷത്രം പൂയല്ലേ? അല്ല, കണിയാന് കടിച്ചപ്പോ തെറ്റിയതാവാം. വർഷയുടെ നക്ഷത്രം ആയില്യാവാതെ തരില്ല. ലക്ഷണങ്ങൾ അങ്ങനെയാ സൂചിപ്പിക്കണേ. പൂക്കാതിരിക്കണ പാല പൂത്തിരിക്കണു, കരിനാഗ് ഉണർന്നിരിക്കണു. ഇല്ലത്തെ ആയില്യങ്കാരി വന്നാൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കൂ. വർഷയുടെ വരവോടെ സർപ്പക്കാവ് ഒരുങ്ങിയിരിക്കണു. ആയില്യം പൂജയ്ക്കായി. ഇന്നേക്ക് 2ാം നാൾ കാവിൽ ആയില്യം പൂജയും സർപ്പം പാട്ടും നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഭട്ടതിരിപ്പാട് പറഞ്ഞു നിർത്തി. എല്ലാം തിരുമേനി പറയും പോലെ ചെയ്യാം. മുത്തശ്ശൻ ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞു. തിരുമേനി പറഞ്ഞ കേട്ടില്ലേ? ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളുക. മുത്തച്ഛൻ ശ്രീധരനോട് പറഞ്ഞു. വർഷ തിരികൊളുത്തുന്നതോടെ പൂജ ആരംഭിക്കണം. വർഷയുടെ സാമീപ്യം പൂജയിൽ ഉടനീളം വേണം. വർഷ ഇതെല്ലാം കേട്ട് സ്തംഭിച്ച് നിന്നു. ഇനി കുട്ടി അകത്തേക്ക് പോയിക്കൊള്ളൂ. പൂജയുടെ കാര്യങ്ങൾ ഇവിടെയുള്ളവർ നോയിക്കൊള്ളൂ. കറങ്ങി മറിഞ്ഞ മനസ്സൊരു 100 സംശയങ്ങളുമായി വർഷ കിഴക്കിനിയിലേക്ക് നടന്നു. അനിരുദ്ധിന്റെ മിഴികൾ വർഷയെ പിന്തുടരുന്നുണ്ടായിരുന്നു.
താനും ഇല്ലത്തെ സർപ്പക്കാവും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധം അപ്പോൾ അതായിരുന്നു. ആയില്യ നക്ഷത്രജാത താൻ കരുതിയതുപോലെ കരിനാഗൻ തന്റെ ശത്രുവല്ലായിരുന്നു. താൻ ഈ ഇല്ലത്തിന്റെ പുതിയ അധികാരിയാണ്. തന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയായിരുന്നു കരിനാഗൻ തന്റെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ നിരന്തരം വേട്ടയാടിയിരുന്നു. തന്റെ പല സംശയങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചെങ്കിലും ദൂരീകരിക്കപ്പെടാത്ത അനവധി സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. വർഷ ചിന്തിച്ചു. വർഷ ആയില്യ നക്ഷത്രജാതയാണെന്ന് അറിഞ്ഞോടെ എല്ലാവരും വർഷയെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കാൻ തുടങ്ങി. പിറ്റേന്ന് ആയില്യം പൂജക്കുള്ള ഒരുക്കത്തിന്റെ തിരക്കിലായിരുന്നു ഇല്ല. ഒരുക്കങ്ങൾ നോക്കി നിൽക്കുന്ന വർഷയെ കണ്ട് സിദ്ധാർത്ഥ കുസൃതിയോടെ പറഞ്ഞു, താനിപ്പോ ഇവിടുത്തെ സ്റ്റാറായല്ലോ, പുതിയ അനന്തരാവകാശി. ഇനിയിപ്പോ എല്ലാം തന്നോട് ചോദിച്ചിട്ട് ചെയ്യാനൊക്കെയുള്ളല്ലോ. അത് കേട്ട് വർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും കൂടി എന്നെ പിടിച്ച് സ്റ്റാറാക്കിയല്ലേ, ഞാൻ പാവം. ഇനി തമാശയില്ലാത്തൊരു കാര്യം പറയട്ടെ. എന്താ? വർഷ സൂക്ഷിക്കണം. വർഷയുടെ ജീവൻ ആപത്തുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞേ? വർഷ കേട്ട് കാണും. ഈ തറവാടിന്റെ ചരിത്രം അനുസരിച്ച് ഇവിടെ പെൺകുട്ടികൾ വാഴില്ല. പാർവതി തമ്പുരാട്ടിക്ക് ശേഷം ഈ ഇല്ലത്ത് ജനിച്ചിട്ടുള്ള വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ടുള്ള സ്ത്രീകൾ ആരും തന്നെ ഇന്ന് ജീവനോടെ ഇല്ല, എന്റെ അമ്മയുൾപ്പെടെ. സിദ്ധുവേട്ടന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ അമ്മയുടെ മുഖം കണ്ടതായി പോലും ഓർക്കുന്നില്ല. അച്ഛനും അമ്മയും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ. വിവാഹശേഷം അച്ഛനും അമ്മയും ബാംഗ്ലൂരായിരുന്നു താമസിച്ചിരുന്നത്. മുത്തച്ഛന് പെട്ടെന്ന് എന്തോ വയ്യായിക്കൊന്നെന്നറിഞ്ഞ് അച്ഛനും അമ്മയും ഇല്ലത്തെത്തി. അന്ന് എനിക്ക് കഷ്ടിച്ച് 1-2 വയസ്സ് കാണും. ഇല്ലത്ത് വന്നതിന്റെ 3-ാം പക്കം കാവിൽ വെച്ച് വിഷം നീണ്ടി അമ്മ മരിച്ചു. സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തിയ ശേഷം ഒരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് വീണ്ടും തുടർന്നു. പിന്നീട് അച്ഛൻ ഇവിടേക്ക് വന്നിട്ടില്ല. മുതിർന്നപ്പോൾ ഞാനിവിടെ ഇടയ്ക്കൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങി. സിദ്ധുവേട്ട, നമ്മുടെ കഥകൾ ഏകദേശം ഒരുപോലെയാണല്ലോ. അതെ, നമുക്ക് രണ്ടുപേർക്ക് അമ്മമാരെ നഷ്ടപ്പെട്ടു. ശരിയാണ്, നമുക്ക് രണ്ടാൾക്ക് അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നില്ല. എന്നേക്കാൾ കഷ്ടമാണ് വർഷയുടെ കാര്യം. എൻ്റെ ജീവന് ഭീഷണിയൊന്നുമില്ല. വർഷയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇല്ലത്ത് നിൽക്കുന്ന ഓരോ നിമിഷവും വർഷയ്ക്ക് എന്തും സംഭവിക്കാം. അതുകൊണ്ട് വർഷ കഴിവത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാതിരിക്കുക. ഓക്കെ? എന്നാ ഞാൻ പോട്ടെ. മുത്തശ്ശൻ കുറച്ച് ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്തെടുക്കണം. അപ്പോൾ പിന്നെ കാണാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥൻ നടന്നു. മുത്തശ്ശൻ അനിരുദ്ധിനെയും പല ചുമതലകൾ ഏൽപ്പിച്ചതിനാൽ വർഷയും അനിരുദ്ധ അന്ന് പകൽ മുഴുവൻ പരസ്പരം കണ്ടില്ല. രാത്രി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടതല്ലാതെ ഇന്ന് അനിരുദ്ധിനെ കണ്ടിട്ടില്ല. എന്തോ ഒരു വിഷമം പോലെ ഈ അകൽച്ച വല്ലാതെ മനോവ്യത ഉണ്ടാക്കുന്നു. കട്ടിലിൽ തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നതിന്റെ വർഷ ചിന്തിച്ചു. വളരെ നേരം കിടന്നിട്ട് ഉറങ്ങാൻ സാധിക്കാതെ വർഷ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അനിരുദ്ധിനെ കാണാതെ സംസാരിക്കാതെ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തനിക്ക് അനിരുദ്ധിനോട് യുഗങ്ങളുടെ അടുപ്പം തോന്നുന്നു. എന്താണ് ഇങ്ങനെ? ഇത് പ്രണയമാണോ അതോ മറ്റെന്തെങ്കിലുമോ? ചിലപ്പോൾ ഇല്ലത്തിന്റെ ഏകാന്തത തന്നെ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ടാവും. അതിൽ നിന്നൊരു മോചനമായി കണ്ട് അനിരുദ്ധിന്റെ സാമീപ്യം തന്റെ മനസ്സ് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. എന്തായാലും തനിക്കിപ്പോൾ അനിരുദ്ധിനെ കണ്ടേ തീരും. അനിരുദ്ധ് പുറത്തുണ്ടാവുമോ? ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് വർഷ കട്ടിൽ നിന്നിറങ്ങി വാതിൽ തുറന്ന് ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ സുസ്മേധവതനായ അനിരുദ്ധ് നിൽക്കുന്നുണ്ടായിരുന്നു. അനിരുദ്ധിനെ കണ്ടപ്പോൾ വർഷയുടെ മുഖം പൂർണ്ണേന്ദുവിനെ പോലെ പ്രകാശിച്ചു. വർഷ, ഇന്ന് സ്വപ്നം കണ്ടില്ലേ? കരച്ചിലൊന്നും കേട്ടില്ലല്ലോ. കണ്ടില്ല. സ്വപ്നം കാണണമെങ്കിൽ ഉറങ്ങണ്ടേ? ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അതെന്താ, ഇന്ന് ഇല്ലത്താണോ സംഭവികാസങ്ങളാണോ വർഷയുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയേ? അല്ല. വർഷ പൂജക്ക് തിരികളിക്കാൻ പോവാണോ? അതെ. നിനക്ക് ശരിക്കും ഈ പൂജയിൽ പങ്കേറണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? ആഗ്രഹയിൽ എന്നോട് വാക്ക് പറ. ഞാൻ നിന്നോടൊന്ന് കൊണ്ടുപോവാം. മുംബൈയിലേക്കോ എറണാകുളത്തേക്കോ നീ പറ. വേണ്ട, ഇല്ലത്തിന് ശാമോഷം കിട്ടുന്നല്ലേ പറയുന്നത്. നമ്മളായിട്ട് മുടക്കണ്ട. നിന്റെ തീരുമാനം അതാണെങ്കിൽ ശരി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അച്ഛനെ തന്നെയാ പറഞ്ഞ്. അപ്പൊ മറ്റൊന്ന് ആയില്യം പൂജ. ഇനിയില്ലെത്തി നല്ല തിരക്കായിരിക്കും. നാളെ നമ്മുടെ ബന്ധുക്കൾ പലരും ഇവിടെ എത്തും. അപ്പൊ നാളെയും നമ്മൾ തമ്മിൽ കാണില്ല അല്ലേ? എന്തേ, എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ? അനിതൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല. ദിവസം കാണുന്നവരെ കാണാതാവുമ്പോ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാവില്ലോ? യെസ്, ഉണ്ടാവും. ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്തു. അതെയോ? പെട്ടെന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. വർഷ പോയിക്കോ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വർഷ ഇടനാഴിയിലൂടെ തന്നെ മുറിയിലേക്ക് നടന്നു. അപ്പോൾ ആരുടെയോ പക നിറഞ്ഞ മിഴികൾ തന്നെ പിന്തുടരുന്ന പോലെ വർഷയ്ക്ക് തോന്നി. വർഷ നടത്തത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. വേഗം മുറിക്കുള്ളിൽ കയറി വർഷ വാതിലടച്ച് കുറ്റിയിട്ടു. വർഷ ഭീതിയോടെ കിടന്നു. എപ്പോഴോ താനേ ഉറങ്ങി. ഈ തവണ ദുസ്വപ്നങ്ങളൊന്നും വർഷയെ വേട്ടയാടിയില്ല. പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേറ്റ വർഷ പ്രഭാതകൃത്യങ്ങളും കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് അച്ഛനെ വിളിക്കാൻ വേണ്ടി പൂമുഖത്തെത്തി. മുറിക്കുള്ളിൽ മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത വല്ലാത്ത കഷ്ടമാണ്. ഒരു കോൾ ചെയ്യണമെങ്കിൽ ഇല്ലത്തിന് പുറത്തിറങ്ങണം. ബന്ധുക്കൾ പലരും എത്തിയിരിക്കുന്നതിനാൽ ബാൽക്കണിയിൽ പ്രൈവസി ഇല്ല. ബാൽക്കണി അവർ കയ്യേറിയിരിക്കുന്നു. ഇനി ഇല്ലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി തന്നെ വർഷ ചിന്തിച്ചു. ഹലോ അച്ഛ. വർഷ അച്ഛനെ വിളിച്ചു. ഹലോ മോളെ, അവിടെ എല്ലാം ഓക്കെ അല്ലേ? അതെ. അച്ഛനെന്നാ വരിക? വർഷ അച്ഛനോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അച്ഛനെ ഇവിടെ എത്തുമ്പോൾ 2 ദിവസം കഴിയും. അതായത് ആയില്യം പൂജക്ക് അച്ഛനുണ്ടാവില്ല. മിക്കവാറും ആയില്യം പൂജയുടെ പിറ്റേന്നാവും അച്ഛൻ വരിക. വർഷ ചിന്തിച്ചു. അന്ന് മുഴുവൻ വർഷ അനിരുദ്ധം തിരക്കിലായിരുന്നു. പുതിയ ആയില്യംകാരി പെൺകുട്ടിയെ വെളിച്ചത്തിന് പിന്നാലെ പാറി നടക്കുക ഈയാമ്പാറ്റകളെ കണക്ക് ബന്ധുക്കൾ പൊതിഞ്ഞു.
അലോസരമുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി വർഷ കുഴഞ്ഞു. അപ്പോഴാണ് മുത്തച്ഛൻ വന്ന് വർഷയെ വിളിച്ചുകൊണ്ടുപോയത്. പിന്നീടുള്ള സമയം പൂജാവിധികളും മറ്റും വർഷക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു മുത്തച്ഛൻ. മുത്തച്ഛൻ പറഞ്ഞനുസരിച്ച് വർഷ നാളത്തെ ആയില്യം പൂജക്കായി വ്രതമെടുത്തു. പൂജക്കുള്ള ഒരുക്കങ്ങൾക്കിടയിൽ ഘടികാര സൂചി അതിവേഗം തിരിഞ്ഞുകൊണ്ടിരുന്നു. രാത്രിയുടെ യാമങ്ങൾ ആരംഭിച്ചു. ഇല്ലത്തിന്റെ തൊടിയിലെ ഏതോ മരത്തിലിരുന്ന് ആർക്കോ വേണ്ടി ഒരു രാക്കിളി മധുരമായി പാടി. ഇന്നും അനിരുദ്ധിനെ കണ്ടില്ല. ഇപ്പോൾ ഇല്ല ഉറങ്ങിക്കാണും. പക്ഷെ ഇന്നലത്തെ പോലെയല്ല. ഇല്ല നിറച്ചു ആളുകളാണ്. അടുത്ത മുറികളിലൊക്കെ ബന്ധുക്കളുണ്ട്. അനിരുദ്ധ് തന്നെ നോക്കി നിൽക്കുന്നുണ്ടാകുമോ? പോയി നോക്കാം, വർഷ ചിന്തിച്ചു. വർഷ പതിയെ വാതിൽ തുറന്ന് മുറിക്ക് പുറത്തിറങ്ങി ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു. ബാൽക്കണിയിലെത്തിയതും വർഷയുടെ കണ്ണുകൾ അനിരുദ്ധിനായി തിരച്ചിൽ നടത്തി. എന്നാൽ അനിരുദ്ധിനെ കാണാതെ വർഷ നിരാശയായി. ഹലോ, പിന്നിൽ നിന്ന് വന്ന ആ ശബ്ദം കേട്ട് വർഷ തിരിഞ്ഞു നോക്കി. അത് അനിരുദ്ധിന്റെ ശബ്ദമായിരുന്നു. എന്നെ തിരിയാണോ? അനിരുദ്ധ ആകാംക്ഷയോടെ ചോദിച്ചു. അത് കേട്ട് വർഷയുടെ കവിളുകൾ തുടുത്തു. അറിയൂ ബ്ലഷിംഗ്? ഏയ് നോ. അനിരുദ്ധിനെ അഭിമുഖീകരിക്കാനാവാതെ വർഷ മുഖം തിരിച്ചു. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ മുഖം കാണാതെ ഉറങ്ങാൻ വയ്യെന്നായിരിക്കണം. ഓഹോ, അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. എന്നും ഞാൻ ഈ മുഖം കണ്ട് ഉറങ്ങിക്കോട്ടെ ലൈഫ് ലോങ്? അനിരുദ്ധ എന്നാ പറഞ്ഞിരുന്നത്? ഞാൻ എൻ്റെ അച്ഛനോട് പറയട്ടെ, ശേഖരമാമയോട് സംസാരിക്കാൻ. വർഷം അവനുമായി നിൽക്കുന്നുണ്ട്. അനിരുദ്ധ തുടർന്നു. ഇല്ലത്തെ രീതിക്ക് പറയുകയാണെങ്കിൽ കുട്ടിയെ നോമ്പ് എളിയടിക്കണോണ്ട് കുട്ടിക്ക് വിരോധം ഉണ്ടാവോ? അനിരുദ്ധിന്റെ ഫേക്ക് സ്ലാങ് കേട്ട് വർഷ പൊട്ടിച്ചിരിച്ചു. വർഷയുടെ ശരിയായിട്ട് നാടുകളിൽ ധ്വനിച്ചു. ഷോ, തമാശയല്ലടി, സീരിയസാ. എനിക്ക് വർഷയെ ഇഷ്ടമാണ്. ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടതാ. വഴക്ക് പറഞ്ഞ ഉപദേശമൊക്കെ ഇഷ്ടം കൊണ്ടായിരുന്നു. നിന്നെ ആരും ഒരു മോശമായിട്ടുള്ള രീതിയിൽ കാണുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.